ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360യിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈനിങ്ങിലൂടെ നമുക്കൊരു പ്യൂർ ഡിസൈനിങ് കോഴ്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ NID എന്ന് പറയുന്ന എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾ സ്റ്റുഡിയോ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. NID പ്രവേശനം നേടുന്നതിനായിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകളും അതുപോലെ തന്നെ അപേക്ഷ നടപടികൾക്കും കരിയർ ഗൈഡൻസിനും ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ സ്റ്റുഡിയോ ടെസ്റ്റ് ഓൺലൈനായി നടക്കുന്ന ഒരു പരിപാടിയല്ല. നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ചെന്ന് അവർ പറയുന്ന ചില കാര്യങ്ങൾ ഡയറക്റ്റ്ലി ചെയ്യേണ്ടതായിട്ട് വരും. തന്നിരിക്കുന്ന സമയം കൊണ്ട് ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കണ്ടിട്ട് അതിനെ എങ്ങനെ ഒരു ഉപയോഗപ്രദമായ ഒരു സാധനമായി ചിന്തിച്ചെടുത്ത് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ പരീക്ഷിക്കാനുള്ള ഒരു ടെസ്റ്റും കൂടിയാണിത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്റ്റുഡിയോ ടെസ്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒരു വർക്ക് സ്പേസ് ഓർഗനൈസേഷൻ പ്രൊഡക്റ്റ്, അതായത് കുറച്ച് സാധനങ്ങൾ ചിലപ്പോൾ വയറയോ ആണിയോ എന്തും നിങ്ങൾക്ക് തരാം. അവർ തന്നിട്ടുള്ള ആ ഒരു സമയം കൊണ്ട് ആ തന്ന വസ്തുക്കൾ വെച്ചിട്ട് ഒരു വർക്ക് സ്പേസ് ഓർഗനൈസേഷൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കാണിക്കാനായിട്ട് ചിലപ്പോൾ ആവശ്യപ്പെടാം. അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി പാക്കേജിംഗ് സൊല്യൂഷൻ, ഇപ്പോൾ ഡേ ടു ഡേ ഉപയോഗിക്കാൻ പറ്റുന്ന എന്നാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ളതുമായ ഒരു പാക്കേജ് സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആവശ്യപ്പെടാം. സ്റ്റുഡിയോ ടെസ്റ്റ് എന്നത് ഇതുപോലെ നിരവധി കാര്യങ്ങൾ വരുന്ന ഒരു സംഭവമാണ്. ഈ മേഖലയിലേക്ക് ഡ്രോയിങ്ങും ഡിസൈനിങ്ങും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഐഡിയാസ് അതിനകത്ത് ഉൾപ്പെടുത്താൻ ഈ ഒരു കാലഘട്ടത്തിലെ പ്രോബ്ലംസ് എല്ലാം തന്നെ സോൾവ് ചെയ്ത് അത്തരത്തിലുള്ള ഒരു ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആ മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ളവരെയാണ് ഈ ഡിസൈനിങ് സെക്ടർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ എല്ലാവരും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് UDS എക്സാമും അതുവഴിയുള്ള IITകളിൽ ബി ഡിസൈനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ഡിസൈനിങ് പ്രോഗ്രാം എല്ലാം ആയിരിക്കും. ഈ രണ്ട് സ്കീമുകളും, അതായത് NDI വഴി ആയിക്കോട്ടെ അല്ലെങ്കിൽ UCD വഴി ആയിക്കോട്ടെ, ഇതിൽ ശരിക്കും മികച്ചത് ഏതെന്ന് പറയാൻ പറ്റുന്ന ഡിസൈനിങ് പ്രോഗ്രാം ഏതാന്ന് ചോദിച്ചാല് നമ്മളൊരു പ്യുവർ ഡിസൈനിങ് എന്ന് പറയാവുന്നത് നമ്മുടെ NID തന്നെയാണ്. IITകൾ പിന്നെയാണ് ഡിസൈനിങ് കോഴ്സുകളെല്ലാം ആരംഭിച്ചത്. NID അഹമ്മദാബാദ് 1961 ആരംഭിച്ചതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ. അപ്പോൾ NID തന്നെയാണ് ഈ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു മേഖലയിൽ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഈ പ്രോഗ്രാമിൽ ഒരു ടെക് കണ്ടന്റ് ഉണ്ടായിരിക്കും. ഈ IITകളെല്ലാം പഠിപ്പിക്കുന്ന ഡിസൈനിങ് ഗ്രേഡ്സ് പ്രോഗ്രാമുകൾക്കെല്ലാം ഒരു ടെക് കണ്ടന്റ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല അവിടുത്തെ പ്ലേസ്മെന്റ് ശ്രദ്ധിച്ചാൽ അറിയാം, ടെക് കമ്പനീസുകളിലേക്കാണ് നല്ല രീതിയിൽ ഇവിടെ പ്ലേസ്മെന്റ്സ് എല്ലാം നടക്കുന്നത്. അപ്പൊ ഒരു പ്യൂർ ഡിസൈനിങ് അല്ലെങ്കിൽ ഡിസൈനിങ് എന്നത് പൂർണ്ണമായ ഒരു അർത്ഥത്തിലെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് NID ആണെന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. NIDയുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അവിടുത്തെ ക്യാമ്പസുകൾ ഏതൊക്കെയാണ്, അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാ തരത്തിലും നമ്പർ 1 ഇത് തന്നെയാണ്. അതായത് BDS ആണെങ്കിലും ഡിസൈനിങ് ആണെങ്കിലും PhD ആണെങ്കിലും ഏത് പ്രോഗ്രാം തന്നെയാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ആകെ 7 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണുള്ളത്. നമുക്ക് NIDക്ക് പറയാവുന്നത് ഒന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദ്, കൂടാതെ ഗാന്ധിനഗറിലുണ്ട്. പക്ഷെ ഗാന്ധിനഗറിൽ ഡിസൈനിങ് പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. സൗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂരുണ്ട്, പക്ഷെ അവിടെയും ഡിസൈനിങ് പ്രോഗ്രാമേ ഉള്ളൂ. BDS പ്രോഗ്രാം ഇവിടെ ഒന്നുമില്ല. പിന്നെ BDS ഉള്ളത് ആസാമിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, പിന്നെ വിജയവാഡ ആന്ധ്രയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അവിടെയും ഈ ഡിസൈനിങ് ഉണ്ട്. MP-യിലെ മധ്യപ്രദേശത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയൊക്കെ ഈ ഡിസൈനിങ് പ്രോഗ്രാം ഉണ്ട്. നമ്മൾ ഈ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ അഹമ്മദാബാദ് അല്ലാതെയും ബാക്കി എല്ലാ NIDകളും 3 സ്പെഷ്യലൈസേഷൻ മാത്രമേ ഉള്ളൂ. അത് പ്രൊഡക്റ്റ് ഡിസൈനിങ്ങിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അപ്പാരൽ ആൻഡ് ടെക്സ്റ്റൈൽ ഡിസൈനിങ്, ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്, ഈ 3 പ്രോഗ്രാമുകളാണ് നമ്മൾ അഹമ്മദാബാദ് ഒഴിച്ച് ബാക്കിയുള്ള ഡിസൈനിങ് പ്രോഗ്രാമുകളുള്ള NIDകൾ ഉള്ളത്. അതേസമയം അഹമ്മദാബാദിൽ 8 പ്രോഗ്രാമുകളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ IITയിൽ റേറ്റഡ് ചെയ്തു വരുന്ന IIT ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിസൈനിങ് പ്രോഗ്രാംസുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി ഡിസൈനിങ് ഉണ്ട്, അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് വരുന്നുണ്ട്, ഫിലിം ആൻഡ് വീഡിയോ വരുന്നുണ്ട്, പിന്നെ ഇവിടെ വരുന്ന പ്രൊഡക്റ്റ് ഡിസൈനിങ് എല്ലാം ഉണ്ട്. അതുകൂടാതെ തന്നെ ഇന്റീരിയർ ഡിസൈനിങ്, ഫർണിച്ചർ ഡിസൈനിങ്, അങ്ങനെ 8 പ്രോഗ്രാമുകളാണ് ഈ അഹമ്മദാബാദ് NIDകളിൽ വരുന്നത്. അഹമ്മദാബാദിലെ NIDയിൽ ഒരു അഡ്മിഷൻ അത് നേടിയെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു എക്സാം പാറ്റേണും
ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ ഒരു എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്താലാണ് നമുക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുക. NID എക്സാമിന് നമ്മൾ സിവിൽ സർവീസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രിലിംസും മെയിൻസും ഉണ്ട്. രണ്ട് എക്സാം അത് എങ്ങനെയില്ല, നമുക്ക് രണ്ടായിട്ട് തന്നെ തരംതിരിക്കാം. ഏകദേശം സിവിൽ സർവീസിന്റെ ആ ഒരു പാറ്റേൺ ആണ് ഇപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്നത്. നേരത്തെ പ്രിലിംസിന്റെ സ്കോർ കൺസിഡർ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോ മെയിൻസിന്റെ സ്കോർ അതുപോലെ തന്നെ പ്രിലിംസിന്റെ സ്കോർ കൺസിഡർ ചെയ്യാതെയാണ് നമുക്കിപ്പം സ്കോർ നോക്കുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ്, അതായത് പാർട്ട് എയും പാർട്ട് ബി, രണ്ട് പാർട്ടുകളുണ്ട്. അതിനകത്ത് പാർട്ട് ബിയിലും പാർട്ട് എയിലുമായിട്ട് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് വരുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത് പാർട്ട് എയിൽ ഒരു 25%, അതുപോലെ തന്നെ പാർട്ട് ബിയിൽ 75% വെയിറ്റേജ് വരുന്നതാണ്. ഈ പാർട്ട് എയില് ജനറൽ നോളജ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ. ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ അതിൽ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഒക്കെ നമുക്ക് അതിനകത്ത് പെടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് ഏരിയയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവാം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവാം. ഇതെല്ലാം ഉൾപ്പെടുന്ന ആപ്റ്റിറ്റ്യൂഡ് ഏരിയാസ് ടെസ്റ്റുകളും ഇതിനകത്ത് ഉണ്ടാവാം. അപ്പൊ ഈ 3 ഏരിയ ആണ് മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ പാർട്ട് എയിൽ വരിക. ദെൻ പാർട്ട് ബിയിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അതിനകത്ത് ടെക്സ്റ്റ് ആവാം, ചിലപ്പോൾ വിഷ്വൽസ് ആവാം, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഉണ്ടാവാം. ഇവിടെ പാർട്ട് എയിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ 2 മാർക്കിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളായിരിക്കും ഉണ്ടാവുക. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻസുകളുടെ എണ്ണം കുറവും മാർക്ക് കൂടുതലാവും വരിക. ഇവിടെ ഡ്രോയിങ് ആൻഡ് ഡിസൈനിങ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. പാർട്ട് എയും പാർട്ട് ബിയും കൂടെ 100 മാർക്കാണ് ഉദ്ദേശിക്കുന്നത്, നെഗറ്റീവ് മാർക്ക് ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തേത് മെയിൻസ് ആണ്. മെയിൻസ് എക്സാമില് മെയിൻ ആയിട്ട് 2 പാർട്ട് ഉണ്ട്. ഒന്ന് നമുക്ക് സ്റ്റുഡിയോ ടെസ്റ്റ് അതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതാവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ പ്രസന്റേഷനോ എന്തോ ആവാം. ഗ്രൂപ്പ് ഡിസ്കഷൻ പിന്നെ വരുന്നതാണ് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അവര് ചോദിക്കാവുന്ന ഒരു ഓപ്ഷനാണ് സ്റ്റുഡിയോ ടെസ്റ്റിൽ വരുന്നത്. അതുപോലെ തന്നെ അതിനൊരു 60% വെയിറ്റേജ് ഉണ്ട്. പിന്നെ 40% വെയിറ്റേജ് ഇന്റർവ്യൂവിനാണ് വെയിറ്റേജ് 40% വരുന്നത്. ബി ഡിസൈനിങ്ങിന്റെ കേസിലാണ് ഈ പറയുന്നത്. എം ഡിസൈനിങ്ങിലാണെങ്കിൽ നേരെ തിരിയും. അതായത് സ്റ്റുഡിയോയ്ക്ക് 40% വെയിറ്റേജും ഇന്റർവ്യൂവിന് 60% എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. ഈ ഒരു മെയിൻ ലെവലാണ് നമ്മുടെ അഡ്മിഷൻ തീരുമാനിക്കുന്നത്. നേരത്തെ 2 ലെവലും പരിഗണിക്കുമായിരുന്നു. ഇപ്പൊ മെയിൻസ് ലെവൽ സ്കോർ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ NID അഡ്മിഷൻസ് എല്ലാം തീരുമാനിക്കപ്പെടുന്നത്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള ന്യൂ അപ്ഡേഷൻസുമായിട്ട് ഇൻസൈറ്റ് 360 ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും പേജ് ഫോളോ ചെയ്യുകയും ചെയ്യുക. ഈ ഒരു NID എക്സാമിന് പ്രധാനപ്പെട്ട ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 1 വരെയാണ്. പ്രിലിമിനറി എക്സാം വരുന്ന ഡിസംബർ 21. മെയിൻ പരീക്ഷ മാർച്ച് മാസത്തിൽ നമ്മുടെ ബോർഡ് എക്സാം കഴിയുന്ന സമയത്താണ് ഉണ്ടാകുക. അഡ്മിഷൻ പൂർത്തിയാകുന്നത് ഏപ്രിൽ-മെയ് മാസത്തോടു കൂടി നിങ്ങളുടെ അഡ്മിഷൻസ് പ്രൊസീജിയറുകളെല്ലാം കോളേജുകളിൽ അഡ്മിഷൻ കംപ്ലീറ്റ് ആവും. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിൽ വിശ്വസ്ത പങ്കാളിയായ ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും. NID പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും അപേക്ഷ നടപടികൾക്കും നിങ്ങളുടെ ആപ്പ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിലോ DM ലോ 360 എന്ന് ടൈപ്പ് ചെയ്യുകയോ ചാറ്റ് ചെയ്യുകയോ ചെയ്യാം.